പ്രമേഹം കിഡ്നിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? പ്രമേഹം വന്നാൽ ഉറപ്പായിട്ട് കിഡ്നി ഡാമേജ് എല്ലാ ആൾക്കാർക്കും വരും. ഇത് എപ്പോഴും എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. പ്രമേഹം കോമൺ ആയിട്ട് കിഡ്നി എഫക്റ്റ് ചെയ്യുന്നത് കിഡ്നിയിലുള്ള രക്തക്കുഴലുകൾ ഏറ്റവും ചെറിയ രക്തക്കുഴലുകളാണ്, കണ്ണിലുള്ള പോലെ തന്നെ. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് റീസൺ. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് ആയാലും ഷുഗർ കൺട്രോളായിട്ട് നിൽക്കുക. പക്ക പെർഫെക്റ്റ് ആയിട്ട് എത്രത്തോളം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അത് നമ്മൾ ചെയ്യുക. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ മൂത്രം ഒരുപാട് പോകുന്നു. മൂത്രം ഒരുപാട് പോയാൽ പ്രശ്നമാവും, അതായിരിക്കും ഡയബറ്റിസിൻ്റെ കുഴപ്പം എന്ന് കരുതി വെള്ളം കുടിക്കില്ല. പക്ഷേ ആക്ച്വലി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കിഡ്നിയുടെ ഫംഗ്ഷനെ വീണ്ടും അത് ഡാമേജ് ചെയ്യും. അതേപോലെ കിഡ്നി ഡാമേജിലോട്ട് കൂടുതൽ പോകും. ഈ ഡയബറ്റിക് പേഷ്യൻസ് പലരും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് പോയി ചെയ്യും. ക്രിയാറ്റിൻ പോയി നോക്കും, അല്ലെങ്കിൽ ക്രിയാറ്റിൻ മാത്രമായിട്ട് പോയി നോക്കും. എന്നിട്ട് ക്രിയാറ്റിൻ നോർമൽ ആണല്ലോ, എൻ്റെ കിഡ്നിക്ക് ഡാമേജ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഷുഗർ ഇപ്പോഴും കൺട്രോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നും പറഞ്ഞവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ടും ഷുഗർ കൺട്രോൾ ചെയ്യാണ്ട് നടക്കും. പക്ഷേ കിഡ്നി ഡാമേജ് ആദ്യം കാണുന്നത് ക്രിയാറ്റിൻ കൂടുമ്പോഴല്ല. ACR എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്, ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ. ഈ ടെസ്റ്റാണ് കിഡ്നി ഡാമേജിൻ്റെ ഏർലി സ്റ്റേജ് ചേഞ്ചസ് കാണിക്കുന്നത്. കിഡ്നി നല്ല രീതിയിൽ ഡാമേജായി സിവിയർ ഇമ്പയർമെൻ്റ് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ സാധാരണഗതിയിൽ ക്രിയാറ്റിൻ കൂടത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഒരു പരിധി വരെ ഇറിവേഴ്സിബിൾ ചേഞ്ചസും വന്നിട്ടുണ്ടാവും. പിന്നെയുള്ള വേറൊരു കാര്യമാണ് ആൾക്കാർ സ്ലീപ്പ് കറക്റ്റ് ആയിരിക്കില്ല, ലേറ്റായിട്ട് ഉറങ്ങും. ചിലപ്പോൾ അത് കാരണം മറ്റെന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നിട്ട് ഇവർക്ക് ശരീരത്തിൽ പല സ്ഥലത്തും വേദന വരും. വേദന വന്നിട്ട് അതിനെ മാനേജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? പിന്നെ പെയിൻ കില്ലറും കൂടെ കഴിക്കും. ഇത് സ്ഥിരമാകുമ്പോഴത്തേക്ക് അത് കാരണം തന്നെ വേറെയും ഒരുപാട് കിഡ്നി ഡാമേജ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇതെല്ലാം ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ, ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വെള്ളം ധാരാളം കുടിക്കുക, കൃത്യമായ സമയത്ത് ഉറങ്ങുക, ഒരു ചിട്ടയായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു വ്യത്യാസം കിഡ്നിക്കുണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഡയബറ്റിക് ആണ്. 2035 ആകുമ്പോഴത്തേക്ക് പകുതിയിലേറെ ആൾക്കാരും ഡയബറ്റീസിൻ്റെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുമെന്നാണ് WHO ഡേറ്റ പറയുന്നത്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഡയബറ്റീസ് വരുന്നതിന് മുമ്പേ ഉള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ഏറെക്കുറെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് ചെയ്യാനും സാധ്യമാണ്. ഡയബറ്റീസിലും ഹൈപ്പർ ടെൻഷൻ, ഫാറ്റി ലിവർ, PCOD ഇതിലെല്ലാം ഇത് സാധ്യമാണ്. നിങ്ങൾക്ക് ഡയബറ്റീസ്, BP, ഫാറ്റി ലിവർ അല്ലെങ്കിൽ PCOD ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ടോ അല്ല നേരിട്ടോ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം.